ഹായ്, അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. എനിക്ക് എക്സാമൊക്കെ ആയിരുന്നു. പക്ഷേ എക്സാം ആയാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അപ്രത്യക്ഷമായ അവധി വരലും പിന്നെ അവധി ഉണ്ടായിരുന്ന ആ ദിവസത്തെ എക്സാം മറ്റ് സ്റ്റഡി ലീവിൻ്റെ ഇടയിൽ മാറ്റിവെക്കലൊക്കെ ഉണ്ടായി. അതുകൊണ്ടാട്ടോ. അപ്പോൾ എന്നാൽ ശരി, അവധി ഉണ്ടായിരുന്ന ദിവസം എന്നപ്പോൾ എടുക്കാമായിരുന്നോ ചോദിച്ചാൽ ഞാൻ നല്ല ലേറ്റായിട്ടാണ് അവധിയാണെന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ അന്നത്തെ ദിവസം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ മാറ്റി വെച്ച നമുക്ക് ഫിസിക്സ് കഴിഞ്ഞ 3 ദിവസമായിരുന്നല്ലോ. അപ്പോൾ ആ 3 ദിവസത്തിൽ നമുക്ക് 2 ദിവസം കിട്ടിയില്ല. അടുത്തൊരു ദിവസം എക്സാം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷൻ വ്ളോഗാണ്. പക്ഷേ സ്കൂൾ കൊണ്ടുപോയിട്ട് ഫോൺ കൊണ്ടുപോയിട്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഓണം ഗെറ്റ് റെഡി വിത്ത് മീ പോലെ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് തലേ ദിവസത്തെ ക്ലിപ്പാട്ടോ. പിറ്റേ ദിവസത്തേക്ക് എനിക്ക് ഒരു റെഡ് നെയിൽ പോളിഷ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നടന്നു പോയിട്ട് അടുത്തുള്ള എന്താ പറയുക ഫാർമസി പോലെ തന്നെ നമുക്ക് എല്ലാ ഇതും കിട്ടും, മറ്റേ കോസ്മെറ്റിക്സൊക്കെ കിട്ടും. അപ്പോൾ അവിടെ പോയി റെഡ് നെയിൽ പോളിഷ് നോക്കാൻ പോയി. പക്ഷേ അവിടെ കിട്ടിയില്ല. പിങ്ക് പോലത്തേക്കാണ് കിട്ടുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ സൂഡിയോ പോയി. അപ്പോൾ സൂഡിയോയിൽ റെഡ് കിട്ടിയതുകൊണ്ട് അത് വാങ്ങി. അപ്പോൾ ഞങ്ങൾ നടന്നു വരിക കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസം കേട്ടോ, ഓണം സെലിബ്രേഷൻ്റെ അന്ന് രാവിലെ ഞാൻ നേരത്തെ എണീറ്റു. അപ്പോൾ ഞാൻ ആദ്യം ബെഡൊക്കെ അറേഞ്ച് ചെയ്യണം കേട്ടോ. തലേ ദിവസം ഞാൻ നല്ല ക്ലീനിങ് പണിയിലായിരുന്നു. അതുകൊണ്ടാണ് പിറ്റേ ദിവസം വീഡിയോ ഇടാത്തത്. പിന്നെ എക്സാം റിവ്യൂ ഒന്നും ഇടാതായിരിക്കാൻ കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഓവറോൾ കേരളത്തിൽ ഒരേ പേപ്പറല്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യാത്തത്. ക്രിസ്മസ് എക്സാമിനൊക്കെ ഞാൻ ചെയ്യാൻ വേണമെങ്കിൽ എക്സാം റിവ്യൂ ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ പബ്ലിക് എക്സാമിൻ്റെ ഒക്കെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓവറോൾ കേരള ഒരേ പേപ്പർ ആണെങ്കിൽ മാത്രമേ ഞാൻ എക്സാം റിവ്യൂ ഒക്കെ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് റിവ്യൂ ഇടാൻ മാത്രം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരു 5:15 ആണ് എണീറ്റത്. എന്നിട്ട് ഇപ്പോൾ 5:30 ആവാറായി തോന്നണു. പക്ഷേ ആ ക്ലോക്ക് കുറച്ച് സ്പീഡാട്ടോ. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ഇന്ന് ബ്രഷ് ചെയ്തു. അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ ഓട്ടോമാറ്റിക്കലി കണ്ണൊക്കെ തുറന്നു കേട്ടോ. എന്താ വെച്ചാൽ എക്സാം ഉള്ള ദിവസം ഞാൻ രാവിലെ നേരത്തെ എണീറ്റു കേട്ടോ. എന്താ വെച്ചാൽ പിറ്റേ ദിവസം നമുക്ക് 2 ചാപ്റ്റർ പുതിയതായിട്ട് പഠിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ കറക്റ്റ് എണീറ്റു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണം സെലിബ്രേഷൻ ഡേ വ്ളോഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ വ്ളോഗ് എന്നൊക്കെ പറയാം. ഇങ്ങനെ മിക്സപ്പായി പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ സ്കൂളിൻ്റെ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ഇത് ആദ്യത്തെ ഓണം സെലിബ്രേഷൻ. എന്താ വെച്ചാൽ ഞാൻ ജനുവരിയാണ് തുടങ്ങിയത്. ഇപ്പോൾ സെപ്റ്റംബർ ആയിട്ടില്ല, ഓഗസ്റ്റ് അവസാനം ഇപ്പോൾ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ആദ്യത്തെ വ്ളോഗാണ്. എൻ്റെ മറ്റ് ദിവസത്തെക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. മറ്റ് നോർമൽ ഡേയ്സിനെക്കാട്ടിലും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ ഇന്നത്തെ ദിവസം. പിന്നെ അതുകൂടാതെ ഞാൻ ഇന്ന് ഉച്ച വരെ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള വ്ളോഗ് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ. പിന്നെ കൂടാതെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ചെയ്യുന്നുണ്ട്, പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഡിഫറൻസ് കാണുന്നുണ്ടാവും ഈ വീഡിയോയിൽ. അതെന്താണെന്ന് ഞാൻ പറയാം. മിഞ്ഞാന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് ഞാൻ ഓൺലൈനിൽ നിന്ന് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ഗിഫ്റ്റ് പോലെ ഞാൻ റിംഗ് ലൈറ്റ് ഓർഡർ ചെയ്തു. അപ്പോൾ അത് അന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് മുന്നത്തെ ദിവസം കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഓർഡർ ചെയ്തു. അത് എൻ്റെ ബർത്ത്ഡേന് അന്ന് തന്നെ വന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ കൂടാതെ ഞാൻ ഇനിയൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലോ ഡ്രയർ. അതും ഇന്നലെ എത്തി. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിന്ന് ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് ബ്ലോ ഡ്രൈ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഒരിക്കലും സ്കൂളിൽ പോകുന്ന രാവിലെ തലയിൽ വെള്ളം ഒഴിക്കാറേ ഇല്ല. എന്താ വെച്ചാൽ അത് എനിക്ക് മുടി വെള്ളത്തോടെ നനഞ്ഞിട്ട് എനിക്ക് അഴിച്ചിടുന്നത് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഇവിടെ ഒന്ന് ചൊറിയണ പോലെ തോന്നും, അല്ലെങ്കിൽ എനിക്ക് ഉഷ്ണം പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹെയർ വാഷിങ് ഫ്രീക്വൻസിന് ഇങ്ങനെ ഒരു 2 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് മടി കാരണമുണ്ടാകും. പക്ഷേ ഇതെല്ലാം ദിവസം ഉപയോഗിക്കാനൊന്നും അല്ല കേട്ടോ. ഇതുപോലെ വല്ല ഒക്കേഷൻസ് വരുമ്പോൾ കുറച്ചൊന്ന് ഹെയർ നന്നായി സെറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. അല്ലാതെ എല്ലാ ദിവസം ഉപയോഗിക്കാനുള്ളതല്ല ഈ ബ്ലോ ഡ്രയർ. അപ്പോൾ ഞാൻ ഇന്ന് ബ്ലോ ഡ്രയർ വാങ്ങിയതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് അത് യൂസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ശരിക്കും യൂസ് ചെയ്യാൻ അറിയില്ല, കൈ പൊള്ളൂ എന്നൊക്കെ പേടിയുണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിനൊക്കെ കുറച്ച് സമയം എടുത്തുനിന്ന് വരും സെറ്റ് ചെയ്യാനും. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നല്ല ടൈം എടുത്തു എന്നൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്യാനും നമുക്ക് നല്ല ടൈം എടുത്തുനിന്ന് വരും. പിന്നെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ എണീറ്റ്. ഇപ്പോൾ ഒരു 5:45 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി എനിക്കിന്ന് കുളിക്കാൻ പോകണം. അപ്പോൾ ഇതെന്താ ഇത്ര നേരത്തെ എണീറ്റേ ചോദിച്ചാൽ എൻ്റെ ഓട്ടോ ഇന്ന് നേരത്തെ വരും, വണ്ടി നേരത്തെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാ ദിവസത്തെക്കാട്ടിൽ നേരത്തെ വരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഫുഡ് കഴിച്ച് കുളിച്ച് എല്ലാം റെഡിയായിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം കൂടുതൽ പോയി എന്നൊക്കെ വരും. അതുകൊണ്ടാണ്. അപ്പോൾ അമ്മ എണീറ്റിട്ടില്ല, അമ്മ ഇപ്പോഴും ഉറങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തലയിൽ വെള്ളമൊഴിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ മേലെഴുകുമായിരുന്നു, അല്ലെങ്കിൽ തലയിൽ വെള്ളമൊഴിക്കില്ലായിരുന്നു. പക്ഷേ അവസാനം എന്താ ഉണ്ടായിച്ചാൽ ഞാൻ ശരിക്കും ബ്ലോ ഡ്രൈ ചെയ്യാൻ മാത്രം എനിക്ക് സമയം കിട്ടിയില്ല. ഞാനിപ്പോൾ വലിയ കാര്യത്തിൽ ഹെയർ സെറമൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ബ്ലോ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ അത്ര ടൈം കിട്ടിയില്ല. എന്നിട്ട് അവസാനമാണെങ്കിൽ ഞാൻ കുറച്ച് 15 മിനിറ്റ് മുന്നേ റെഡി ആയിരുന്നു. ബാക്കി ഫോട്ടോ സെഷനൊക്കെ ആയിരുന്നു. എന്നാലും ഓക്കെ, എനിക്ക് ഹെയർ ശരിക്കും
എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബ്ലോ ഡ്രൈ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും, നല്ലോണം ടൈം എടുക്കും. പിന്നെ അത് ഓരോരുത്തരുടെ ഹെയർ വോളിയൂം അനുസരിച്ചിട്ടിരിക്കും. നല്ല വോളിയൂം ഉള്ളവർക്കാണെങ്കിൽ നല്ലോണം ടൈം എടുക്കും, അല്ലാത്തവർക്ക് അത്ര അങ്ങോട്ട് ടൈം എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് അത്ര സമയം കിട്ടിയില്ല ചെയ്യാൻ. ഞാൻ റെഡിയാവാൻ പോകാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 7:30 ഇപ്പോൾ 8:30 8:15 വണ്ടി വരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റാഗിക്കഞ്ഞിയാണ്, അപ്പോൾ അത് വേഗം നമ്മൾ കുടിച്ചാൽ മതി. നേരെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ദിവസമൊന്നും ചെയ്യാറില്ല, ഞാൻ ചില ദിവസം ഇങ്ങനെ പോലെ. ഇതിപ്പോൾ വല്ലാതെ വെള്ളം പോലെ നിൽക്കുന്നുണ്ട്. കുറച്ച് ഡ്രൈ ആകുമ്പോൾ ശരിയായിക്കോളും, കാറ്റ് തട്ടി കഴിഞ്ഞാൽ ഡ്രൈ ആയിക്കോളും വിചാരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയിൽ കുറേ സാധനങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എൻ്റെ ഉള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. പിന്നെ അത്ര പെർഫെക്ഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്താ ചെയ്യുന്ന സാധനങ്ങളൊന്നും ഞാൻ എല്ലാ ദിവസം ചെയ്യണതല്ല. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, ഞാൻ പുറത്ത് പോകുമ്പോഴൊന്നും ഒന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഒരു ടിൻഡർ ലിപ് ബാം ഇടും, അത്ര തന്നെ ഇടും. മുടി ശരിക്കും ചീന്തും, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും അത് ഇപ്പോൾ നിങ്ങളും അതെ എൻ്റെ ഫ്രണ്ട്സ്, സ്കൂളിലത്തെ ഫ്രണ്ട്സും അത് തന്നെ ഒരിക്കലും ഒരു ട്രഡീഷണൽ വേറെ കുറച്ച് നല്ല റെഡി ആയിട്ടൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ എനിക്കും അങ്ങനെ ഞാൻ സ്റ്റാറ്റസോ അങ്ങനത്തെ ഒന്നും ഇടാറുമില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒക്കേഷൻസ് വരാറില്ല. ഇങ്ങനെ ട്രഡീഷണൽ വെയർ ഇട്ട് പോകാൻ മാത്രമുള്ള ഒക്കേഷൻസ് ഒന്നും എനിക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ റെഡി ആവാൻ ട്രഡീഷണൽ വെയറിലൊക്കെ ഇട്ട് പോകാൻ ഒരു ചാൻസ് എപ്പോഴെങ്കിലും കിട്ടാറുള്ളൂ. അപ്പോൾ ആ സമയം എനിക്ക് നന്നായി ചെയ്യണമെന്ന് ഒബ്വിയസ്ലി ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്, പക്ഷേ അതൊന്നും ഉപയോഗിക്കില്ല എന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഫൗണ്ടേഷൻ, ഒരു കാലത്ത് എല്ലാവരും ഫൗണ്ടേഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുമായിരുന്നു, അതൊരു ട്രെൻഡ് പോലെ ആയിരുന്നു തുടക്കത്തിൽ കേട്ടോ. ഇത് അപ്പോൾ വാങ്ങിയതാണ്, ഇപ്പോഴും ഉണ്ട്. എന്താ വെച്ചാൽ കുഞ്ഞ് ഇതാണ് കേട്ടോ, എന്നിട്ടും അത്ര യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു 4 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും, എക്സ്പയർ ആയിട്ടില്ല വിചാരിക്കണം. എന്തായാലും ഞാൻ ഇങ്ങനെ ഫുൾ തേക്കാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് എനിക്ക് പിമ്പിൾസ്, ആക്നി സ്കാർസ് ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ എക്സാക്റ്റ് എൻ്റെ സ്കിന്നിൻ്റെ ഒന്നും അല്ല. എന്താ വെച്ചാൽ ആ സമയം ജസ്റ്റ് ഒന്ന് കൗതുകം കൂടിയിട്ട് പോയി വാങ്ങിയതാണ്. നമുക്ക് ആ സമയം ഇങ്ങനെ നമ്മൾ ഇതൊക്കെ നോക്കിയിട്ടില്ലേ, നമ്മുടെ സ്കിൻ ടോൺ നോക്കുകയൊക്കെ ചെയ്യില്ലേ, അങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല ഞാൻ വാങ്ങിയത്. ഞാൻ അമ്മയും കൂടിയും കൗതുകം കൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. എനിക്ക് ശരിക്കും അപ്ലൈ ചെയ്യാൻ സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. അപ്പോൾ ചിലർക്ക് ഈ വീഡിയോ നന്നായി ഇങ്ങനെ മേക്കപ്പൊക്കെ നന്നായി ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് ഒരു ജാതി ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ടാവും എൻ്റെ ടെക്നിക്കൊക്കെ കണ്ടിട്ട്. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. എൻ്റെ അടുത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നേ ഉള്ളൂ, ഞാൻ അങ്ങനെ ചെയ്യൊന്നുമില്ല, യൂസ് ചെയ്യാറില്ല അങ്ങനെ. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 4 കൊല്ലമൊക്കെ ആയി. അപ്പോൾ 4 കൊല്ലമായിട്ട് ഇപ്പോഴും ഇത് എൻ്റെ കയ്യിലുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഒരു ട്യൂബ് നല്ല ഉണ്ട്, ഇത്രയുണ്ട്. പിന്നെ നിറയ്ക്കുമ്പോൾ ഒരു ട്യൂബ് വാങ്ങുമ്പോൾ തന്നെ ഇത്രയും ഉണ്ടാവുള്ളൂ. അതിൻ്റെ ആകെ ഇത്രയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇത് കുഞ്ഞിതാണ്. ഇത് മെയ്ബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ട്രഡീഷണലി ചെയ്യുമ്പോൾ മാത്രം, ഞാൻ ഇങ്ങനെ വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ ഞാനിങ്ങനെ റെഡിയൊന്നും ആവാറില്ല. എനിക്ക് ട്രഡീഷണലി ചെയ്യുമ്പോഴാണ് കുറച്ചൊന്ന് റെഡി ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ആ ഒക്കേഷൻ വരുള്ളൂ, അപ്പോൾ എപ്പോഴെങ്കിലും ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല. നമുക്ക് നന്നായി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എക്സ്പീരിയൻസ് അതിപ്പോൾ എന്തിലാണെങ്കിലും എക്സ്പീരിയൻസിനെങ്കിൽ നമ്മൾ ഒരു 2-3 വട്ടം ചെയ്യുന്നവരാണെങ്കിൽ, കുറേ വട്ടം ചെയ്തവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പെർഫെക്ഷൻ ഉണ്ടാവും, നമുക്കത്ര ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട കേട്ടോ. അപ്പോൾ എനിക്ക് ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ശരിക്കും എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടിട്ട് നേരെ ഇതാണ് ഇടണം. എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ പലതും ഇടണോ എന്നൊക്കെ. ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബ് വീഡിയോസിൽ ഇതൊക്കെ നമ്മുടെ ആക്നെ സ്കാർസൊക്കെ മറയ്ക്കാൻ വേണ്ടി നമ്മൾ സാധാരണ കൺസീലറാണ് ഉപയോഗിക്കാൻ പോകുന്നു, ഫൗണ്ടേഷൻ അല്ല. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാ വെച്ചാൽ ചെയ്യാം. അത് എക്സാക്റ്റ് ടോണും അല്ല കേട്ടോ, സ്കിൻ ടോണ് സെയിം അല്ല, ഇത് അത്ര സെയിം അല്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ, ഒട്ടും ചെയ്യില്ല എന്നില്ല, അത്യാവശ്യം ബ്ലെൻഡ് ചെയ്താൽ കുഴപ്പമില്ല. ആ ഒരു സമാധാനം ഉണ്ട്. ഓക്കെ ആയി തോന്നുന്നു. ഈ പഫൊക്കെ ഞാൻ ഈ ഫൗണ്ടേഷൻ വാങ്ങുന്നതോടൊപ്പം ഒന്നിച്ച് വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വല്ലതും വേണ്ട. ഞാനപ്പോൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ അമ്മയും ഇങ്ങനെ ഓരോരുത്തർ ഇത് ചെയ്യണമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഇതോ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയി നോക്കി വാങ്ങിയതാണ് ഈ ഫൗണ്ടേഷൻ വാങ്ങുന്നതോടൊപ്പം. ആകെ ഒരു 2 വട്ടം 3 വട്ടം 2 വട്ടം ഏറി ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ ഇത് വാങ്ങിയതിന് ശേഷം. ഇതിപ്പോൾ 3ാമത്തെ വട്ടമായിട്ടുണ്ടാവും. ഇവിടെ ബ്ലെൻഡ് ചെയ്യാൻ മാത്രം ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ, അത് വേറെ. സ്കാർസ് അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നു. എന്തായാലും നല്ലോണം എടുത്ത് കാണിക്കുന്നതിനെക്കാട്ടിലും ബെറ്ററാണ് ഇങ്ങനെ ചെയ്യണത്. ശരിക്കും കൺസീലറാണ് ഉപയോഗിക്കുക, അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. അല്ലേ, കൺസീലർ അല്ലേ നമ്മൾ ഡാർക്ക് സർക്കിൾസൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെ. അതിനിപ്പോൾ ഹൈലൈറ്റ് ചെയ്യാനാണോ, അത് വേറെ തോന്നുന്നു. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ എന്താ അപ്ലൈ ചെയ്യുക, അടുത്തത് എന്താ ചെയ്യുക, സെറ്റിംഗ് പൗഡറോ. എൻ്റെ അടുത്ത് സെറ്റിംഗ് പൗഡറൊന്നുമില്ല, റോസ് പൗഡർ ഉണ്ട് സാധാരണ, അത് ലാസ്റ്റ് തോന്നണോ. ഞാൻ എൻ്റെ മുടി ഒന്നും അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. മുടി മുന്നോട്ട് വരുന്നത് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് മുടി ചെയ്യണത്, ഇപ്പോൾ തന്നെ ചെയ്യണില്ല. എനിക്ക് ഡ്രയർ വെച്ച് ഉണക്കൊക്കെ വേണം, നല്ല ടൈം എടുക്കും. അപ്പോൾ ആദ്യം മുഖത്ത് കഴിഞ്ഞിട്ട് ചെയ്യാം.
അപ്പോൾ ഇനി അടുത്തത് എന്താ ചെയ്യുക? കണ്ണെഴുതണോ? അത് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. അതിന് നല്ല ടൈം എടുക്കും എനിക്ക്. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഞാനിപ്പോൾ ഇവിടെ നിന്നല്ല, ഞാൻ ആ മിററിൽ ചെന്നിട്ട് മിററിൻ്റെ അടുത്ത് ചെന്നിട്ട് മുട്ടി നിന്നിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. വെച്ചാൽ ഞാൻ ഐലൈനർ ഇങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. നോർമൽ ഡേയ്സിനൊന്നും ഞാൻ കണ്ണെഴുത് ഐലൈനർ ഇടുകയൊന്നും ചെയ്യാറില്ല. ഇത് എന്താ പറയുക, ബ്ലൂ ഹെവൻ അതിൻ്റെ ഇതാണ്, എന്താ പറയുക, സ്കെച്ച് പോലത്തെ ഉള്ള ബ്രഷ് പെൻ പോലത്തെ ഉള്ള ഐലൈനറാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് പോലും എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ ശരിക്കും ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണെഴുതി പറഞ്ഞാൽ ഐലൈനർ എഴുതി, താഴെ എഴുതിയിട്ടില്ല കേട്ടോ. അത് എഴുതണോ വേണ്ടോ എന്ന് ആലോചിക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ മതിയോന്ന് ആലോചിക്കണേ. പിന്നെ ചിലപ്പോൾ എഴുതും, ചിലപ്പോൾ എഴുതില്ല. അത് ലാസ്റ്റ് ഞാൻ ചെയ്യുള്ളൂ നോക്കിയിട്ട് അമ്മടുത്ത് ചോദിച്ചിട്ട്. പിന്നെ ഞാൻ ഐബ്രോസ് ഇന്നലെ ഷേപ്പ് ചെയ്തു. അപ്പോൾ എന്നെ കാണുമ്പോൾ ഭയങ്കര ഡിഫറൻസ് തോന്നുന്നുണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ ഐബ്രോസ് ഷേപ്പ് ചെയ്യാറില്ല. ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു വർഷത്തിൽ 1-2 വട്ടം ഞാൻ ഷേപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്തിട്ടുണ്ട്, ഇന്നലെ ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അപ്പോൾ അമ്മ എനിക്ക് ഐബ്രോസ് എഴുതി തന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു ജാതി ഫീലിംഗ് ഉണ്ട്, ഒരു ജാതി ലുക്ക് ഉണ്ടാവും. എന്താ വെച്ചാൽ സ്ഥിരം ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ചിലവരുടെ ഐബ്രോസ് നാച്ചുറലി നല്ല ഷേപ്പായിരിക്കും. അപ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് അത്ര ചേഞ്ച് തോന്നില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഐബ്രോസൊക്കെ ഷേപ്പ് ചെയ്ത് നമുക്ക് മുഖത്ത് ഭയങ്കര ചേഞ്ച് ഉള്ള പോലെ തോന്നും. എനിക്ക് കട്ട് ചെയ്തിട്ട് നിർത്തുന്നത് കേട്ടോ ഇഷ്ടം. എനിക്ക് ഐബ്രോസ് കട്ട് ചെയ്ത് നിർത്തുന്നത് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വല്ലാതെ തിന്നിയാൻ നിൽക്കാറില്ല. അപ്പോൾ ഇനി ഞാൻ കുറച്ച് അൽക്കുലത്തെ പണികളൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചീക്ക് ടിൻ്റ് പോലത്തെ ഓരോ സാധനങ്ങളൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനപ്പോൾ സൂഡിയോൻ്റെ ചീക്ക് ടിൻ്റാണ് യൂസ് ചെയ്യുന്നത്. സൂഡിയോന്ന് വാങ്ങിയത് കേട്ടോ. ഞാനിവിടെ ഫിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ സൂഡിയോൻ്റെ ചീക്ക് ടിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ചീക്ക് റോസ് ഫ്ലഷ് എന്ന് പറഞ്ഞിട്ട് ചേരും വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഓയിലി ലുക്കൊക്കെ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ നല്ലതാണ്. ഇതിപ്പോൾ നല്ല മാറ്റ് ഫിനിഷ് പോലെ ഉണ്ട് എൻ്റെ മുഖം കണ്ട. ആ ഫൗണ്ടേഷൻ ഇട്ടതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ എസ്പെഷ്യലി ഞാൻ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് ആ ഒരു ഓയിലി ലുക്ക് പോയി. ഓയിലി ലുക്കിനോടൊപ്പം ഇങ്ങനെ ഫ്ലഷ് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. മാറ്റിന് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അങ്ങനെ ഫൗണ്ടേഷൻ ഇടാത്തതുകൊണ്ട് തന്നെ ഇതും അങ്ങനെ ഇടാറില്ല. പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ പൂതി തോന്നുമ്പോൾ ഞാൻ അങ്ങനെ ചീക്ക് ഫ്ലഷ് ഇട്ടു എന്ന് വരും കേട്ടോ. എനിക്ക് ചീക്ക് ഫ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെൻ്റെ അമ്മ വാങ്ങി തന്നതാണ്. കളറ് ചൂസ് ചെയ്തെടുത്ത് തന്നതാണ്. ഇത് പിങ്ക് കളറാട്ടോ. കുറച്ചുകൂടി പിങ്കാണ്. റെഡ് കളറിലുള്ള കുറച്ചുകൂടി ഡാർക്ക് പിങ്ക് കളറിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ സ്കിന്നിലേക്ക് ഭയങ്കരമായിട്ട് ഇട്ട പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇത് തന്നെ അങ്ങനെ അങ്ങ് തോന്നും. എനിക്ക് ശരിക്കും ബ്ലെൻഡ് ചെയ്യാൻ അറിയില്ല കേട്ടോ. എന്താ ചെയ്യുക? എന്നിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലാതെ ബ്ലെൻഡായി പോവുകയും ചെയ്യും, ലിങ്ക് വല്ലാതെ നിൽക്കുകയും ചെയ്യും. എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നതാണ് ഭംഗി, ഇങ്ങനെയാണ് നിൽക്കുകയെന്ന്. പക്ഷെ എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് വല്ലാതെ കൂടുതലുള്ള പോലെ തോന്നും ചെയ്യും. എന്നാൽ കുറച്ച് ബ്ലെൻഡ് ചെയ്ത് അതെല്ലാം പോവുകയും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ വരെ അങ്ങനെ ഉണ്ടാവില്ലേ ബ്ലഷ്, അങ്ങനെ അപ്ലൈ ചെയ്യാനാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ട്രൈ ചെയ്യണത്. എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ ഫ്ലഷ് എന്താ വെച്ചാൽ ചിലർ യൂട്യൂബിലിടുമ്പോൾ അവർ എന്താ പറയുക, അവർ ചീക്ക് ടിൻ്റ് ഇട്ടാലും ഒന്നും ഇടാത്ത പോലെ തോന്നും. അപ്പോൾ അങ്ങനെയാണോ ഇടുക? ചിലപ്പോൾ ക്യാമറയിൽ കാണാത്തതാണോ എനിക്കറിയില്ല. എന്നാലും അത്രയ്ക്ക് മൈൽഡായിട്ടാണ് അവരിടുക. ഇപ്പോൾ ഞാൻ ഇടുമ്പോൾ അത് കുറച്ച് കൂടുതൽ ഡാർക്ക് ആവണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്, ഇതാവണോ, ഇത്ര ബ്ലെൻഡ് ചെയ്യണമെന്ന്, അതോ ഇങ്ങനെ നിർത്തി എങ്ങനെയാണോ ചീക്ക് ടിൻ്റ് ഉണ്ടാവുക? കൂടുതലായി പോയി. അപ്പോൾ ഇത് മതിയോ? ഞാൻ മറ്റേ മിററിലൊന്ന് പോയി നോക്കട്ടെ. നാച്ചുറൽ ലൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലാവും ഇത്ര വേണോ വേണ്ടിയെന്ന്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര ചീക്ക് ടിൻ്റ് മതിയെന്ന്, ഇത്ര ബ്ലെൻഡ് ചെയ്താൽ മതി തോന്നുന്നു. ഇത് പെർഫെക്റ്റാണ് തോന്നുന്നു. വല്ലാതായിട്ടും ഇല്ല എന്നാൽ ഓക്കെയാണ് തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളിൽ ചെന്നാലാണ് ഇത്രയൊക്കെ ഫ്ലഷ് വേണ്ടിയിരുന്നു എന്നൊക്കെ ഓരോരുത്തർ പറയുക. അപ്പോഴാണ് എന്താ വെച്ചാൽ അവരൊക്കെ സ്ഥിരം ഇടുന്നതുകൊണ്ട് ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കും ചിലപ്പോൾ ശരി. ഞാനൊക്കെ എപ്പോഴെങ്കിലും ഇടുന്നതുകൊണ്ട് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അറിയില്ല. അപ്പോൾ ഞാൻ മറ്റുള്ളവർ ഇങ്ങനത്തെ കാര്യങ്ങൾ അവരുടെ ഒപ്പീനിയൻ പറയുമ്പോൾ ഞാൻ അങ്ങനെ ശരിക്കും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എന്നെ ആരും ഇങ്ങനെ ഒരുങ്ങി കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ അമ്മയും അച്ഛനും ഇങ്ങനെ പറയാമെന്നല്ലാതെ ആരും എന്നെ ഒരുങ്ങി കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഒക്കേഷൻസ് വരാറില്ല. ഞാൻ അങ്ങനെ ഫംഗ്ഷൻസിനൊന്നും പോകാറില്ല. അപ്പോൾ എനിക്ക് ട്രഡീഷണൽ വേഴ്സൊക്കെ ഇടാൻ കുറവ് ചാൻസേ കിട്ടാറുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ പോലെ അവരൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും? ഞാൻ ഡെയിലി സാധാ ദിവസങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെറുതായിട്ട് ഒരുങ്ങിയാൽ പോലും ഭയങ്കരമായിട്ട് ചെയ്ത പോലെ തോന്നും. ഇപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ എൻ്റെ ഭയങ്കര ചേഞ്ചസ് ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇട്ടു എന്നൊക്കെ ചിലപ്പോൾ ചിലവർ പറയും. ചിലപ്പോൾ അത് നമ്മൾ അത്രയും ചെയ്തിട്ടുണ്ടാവില്ല, എന്നാൽ പോലും അങ്ങനെ തോന്നുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊരു ഇതുണ്ട്, ഇനിയിപ്പോൾ വല്ലാതെ ഇട്ട് പോയോ എന്നൊക്കെ. ഒരുങ്ങി പോകണമെന്ന് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. എന്നാലും ചിലർ പറയുമ്പോൾ ഇതെന്താ ഇങ്ങനെയൊക്കെ ഒരുങ്ങി വന്നിരിക്കണമെന്നൊക്കെ പറയുമെന്നൊരു പേടി.
എന്നെ അങ്ങനെ സാധാരണ കാണാത്തതുകൊണ്ട് എന്നെ പലരും ഇങ്ങനെ കണ്ടിട്ടുള്ളവർ പറഞ്ഞാൽ വെസ്റ്റേൺ വെയറിൽ തന്നെ കുറച്ചൊന്ന് ഒരുങ്ങിയിട്ട് പോയാൽ ഞാൻ ചിലവർ എന്നെ കണ്ടുവച്ച, പുറത്തുള്ളവർ കണ്ടുവച്ച ഈ നന്നായി ഒരുങ്ങി വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അവർ ചെയ്യുന്നതിനെക്കാളും കുറവായിരിക്കും, എന്നാൽ പോലും അവരിങ്ങനെ പറയും. അതിപ്പോൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ചെയ്യാതെ കണ്ടിട്ട് എപ്പോഴെങ്കിലും ചെയ്ത് കാണുമ്പോൾ ഉള്ള ലുക്ക് അങ്ങനെ അവർക്ക് തോന്നണം, അതായിരിക്കും ഞാൻ വിചാരിക്കണം. ഇനി ഞാൻ എന്താ പറയുക, ഇത് ലിപ് ബാമാണ് കേട്ടോ, ടിൻറ്റഡ് ലിപ് ബാമാണ് പറഞ്ഞിട്ടാണ് ഷുഗർ പോപ്പിനെ ഞാൻ വാങ്ങിയത്. പക്ഷേ ഇത് ഭയങ്കര ടിൻറ്റാട്ടോ, ലിപ്സ്റ്റിക് ഇട്ട പോലെ തോന്നും. ലിപ് ബാമാണ്. അപ്പോൾ എന്തായാലും ലിപ്സ്റ്റിക്കിൻ്റെ തുല്യം തന്നെ. അതും എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടണം. എൻ്റെ അമ്മയുടെ ലിപ്സ്റ്റിക്ക് ഉണ്ട്, മനീഷ് മൽഹോത്രയുടെയോ ഒരു പിങ്ക് കളറ്. ഇനിയിപ്പോൾ അവസാനം ഞാൻ സ്കൂളിൽ ചെന്ന കല്യാണം പനിയുന്ന പോലെ ലുക്ക് തോന്നുമെന്ന് എനിക്ക് പേടി. എന്താ വെച്ചാൽ എനിക്ക് തന്നെ ഇങ്ങനെ എൻ്റെ മുഖം ഞാൻ മിററിൽ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് തന്നെ ഒരു സർപ്രൈസ് പോലെ തോന്നണം. അപ്പോൾ അവർക്കൊക്കെ എത്ര തോന്നുന്നുണ്ടാവില്ലേ. ഞാൻ എത്ര ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് കളയും. ഇതിപ്പോൾ ഇട്ടപ്പോൾ കണ്ടു, ഇത് ലിപ് ബാമാണ് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും. ഇത് ലിപ്സ്റ്റിക്ക് പോലെ തോന്നുന്നുണ്ട്, അത്രയ്ക്ക് ടിൻറ്റ് ഉണ്ട് ഇതിന്. ശരിക്കും നല്ല ടിൻറ്റ് ഉണ്ട് ഇതിന്. SPF ഉള്ള ലിപ് ബാം ആട്ടോ ഇത്. ഞാനിത് എൻ്റെ ഐബ്രോസ് ഇങ്ങനെ ഞാൻ എന്താ പറയുക ചെയ്യില്ലേ, ഡാർക്ക് ചെയ്യില്ലേ, അത് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് സ്പഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി വന്നതാ. ഓവറായോ? ഇനിയിപ്പോൾ എന്താ അപ്ലൈ ചെയ്യുക? അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ സെറ്റിംഗ് പൗഡറാണ്. എൻ്റെ അടുത്ത് ഒരു മേബിലിൻ്റെ സിറ്റി പാലറ്റ് ഉണ്ട് കേട്ടോ. ഇതും ഞാൻ ഈ ഫൗണ്ടേഷൻ വാങ്ങണോടൊപ്പം വാങ്ങിയതാണ്. ഹൈലൈറ്റർ വാങ്ങാമെന്ന് പോയി പറഞ്ഞിട്ട് ഞാൻ നേരെ പോയി ഐഷാഡോ ആണ് വാങ്ങി വന്നത്. അത്രയ്ക്ക് ബോധമില്ലാത്ത ആളാണ് ഞാൻ. കടക്കാരും പറഞ്ഞു ചേട്ടാ, അതെൻ്റെ മാത്രം കുറ്റമല്ല, അവർ പറഞ്ഞു ഇതങ്ങനെ യൂസ് ചെയ്യാമെന്ന്. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി. ഇത് മേബിലിൻ്റെ സിറ്റി പാലറ്റ് എന്നാണ് ഇതിനെ വിളിക്കുക. മിനി പാലറ്റ്, സിറ്റി പാലറ്റ് എന്നാണ്. സിറ്റി 5th Avenue സൺസെറ്റ് പാലറ്റ് എന്ന് അങ്ങനത്തെ വിളിക്കിയതിനെ. ഇതിൻ്റെ പാക്കറ്റിൽ പാക്കേജിങ്ങിൽ അങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, നല്ല കളേഴ്സ് തന്നെയാണ്. പക്ഷേ ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ല എന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് ഇങ്ങനെ തോണ്ടി എടുക്കുന്നല്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഐ ഷാഡോ ഇട്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. വേണം, ഓവറാവുമോ? ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഈ കളറ് ഇടണമെന്നുണ്ട് എനിക്ക്. ബാക്കി ഇവിടെ തോണ്ടി പോലെയൊക്കെ കാണുന്നില്ലേ, അത് ഞാൻ വെറുതെ തോണ്ടി എടുത്തത്, അല്ലാതെ ഞാൻ ഉപയോഗിച്ചിട്ടതല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈം ഞാൻ ഐ ഷാഡോ പോലെ ഉപയോഗിക്കാൻ പോകണം. അത് കൈകൊണ്ട് ഇടണോ? എനിക്കിങ്ങനെ പിടിച്ച് വലിച്ചാലേ കിട്ടുള്ളൂ. കുഴപ്പമുണ്ടാവുക വിചാരിക്കണം. ഇനി പൊട്ട് തൊട്ടാൽ ശരിയാവുണ്ടാവും. പൊട്ടില്ല ഇവിടെ. ഞാൻ താഴെ പോയിട്ട് പൊട്ടിട്ട് വരാം. അത് കഴിഞ്ഞാൽ എനിക്ക് മുടി റെഡിയാക്കണം, ബ്ലോ ഡ്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ പൊട്ട് തൊട്ടിട്ട് വരാം. അപ്പോൾ ഞാൻ പൊട്ട് തൊട്ടു. ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്, കുറച്ച് വലുതായി. ഞാൻ സാധാരണ ബ്ലാക്കാണ് ഇടാറ്, ഇതിപ്പോൾ ഞാൻ മെറൂണാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് മാച്ചായിട്ട് ഏകദേശം. അപ്പോൾ ഇതാണ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് കമ്മലിടണം. ഞാൻ കമ്മലൊക്കെ ഇന്നലെ തന്നെ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അത് ഞാൻ മുടിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ ചെയ്യണുള്ളൂ. അപ്പോൾ മുടി ബ്ലോ ഡ്രൈ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് എല്ലാം കൂടി പറ്റുന്നുണ്ടാവില്ല. ഇവിടെ ആകെ ഒരു പ്ലഗേ ഉള്ളൂ, മറ്റേ പ്ലഗ് അവിടെ. അപ്പോൾ എനിക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇങ്ങനെ. പിന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 8:15 ആയി. ഇനി ഒരു 15 മിനിറ്റേ ഉള്ളൂ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം ഫൈനൽ ലുക്കോ അല്ലെങ്കിൽ കമ്മലിടുന്നതിന് മുന്നേ കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ കുർത്തി ഇങ്ങനെ സെറ്റായിട്ട് വാങ്ങില്ലേ, റെഡിമെയ്ഡ് അങ്ങനെ വാങ്ങിയതാണ്, അല്ലാതെ തുന്നിച്ചതൊന്നല്ല. അപ്പോൾ ഇതിന് ഷോളില്ല, ശരിക്കും ടോപ്പും പാൻറ്റും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടുന്ന് ഷോൾ വാങ്ങിയതാണ്. ആദ്യം ഗ്രേ ആണ് ഇട്ടത്, പിന്നെ ഗോൾഡനാണ് കൂടുതൽ മാച്ചായി തോന്നിയത്, അതുകൊണ്ട് ഗോൾഡൻ ഇട്ടു. ഗ്രേന് കുറച്ചുകൂടി പട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഗോൾഡനാണ് കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ അമ്മയുടെ വള വാങ്ങി ഇട്ടു കേട്ടോ, ചെറിയൊരു വള. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഞാൻ ഈ ഗെറ്റ് റെഡി വിത്ത് മീയിൽ നിങ്ങളടുത്ത് സംസാരിച്ചിട്ട് കൂടെ അങ്ങനെ ജസ്റ്റ് ഓവറോൾ എടുക്കുകയാണ് ചെയ്തത്, അല്ലാതെ നമ്മൾ ഓരോരുത്തർ ചെയ്യില്ല ഗെറ്റ് റെഡി വിത്ത് മീ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയൊന്നല്ല ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴെങ്കിലും പോകുമ്പോൾ ശരിക്കും നമ്മൾ ക്യാമറ ഫേസ് ചെയ്തിട്ടൊക്കെ ചെയ്യില്ലേ വൃത്തിയായിട്ട്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് ജസ്റ്റ് ഓവറോൾ നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് ഇങ്ങനെ ഓവറോൾ ഞാൻ ഒരു ഡേ വ്ളോഗ് പോലെ തന്നെയാണ് ഇട്ടത്, എന്നാൽ ഗെറ്റ് റെഡി വിത്ത് മീ കൂടെ അങ്ങനെയാണ്. അപ്പോൾ ഈ ഇത് ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയതിന് ശേഷം കേട്ടോ. അപ്പോൾ പോയിട്ട് തിരിച്ചുമ്പോഴേക്കും ഉച്ചയായി. അപ്പോൾ നല്ല ഉഷ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് എൻ്റെ ക്രാബാണല്ലോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തലയിൽ. അപ്പോൾ അത് ഞാനിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ബണ്ണ് പോലെ കെട്ടില്ലേ, അങ്ങനെ കെട്ടി. എന്നിട്ട് എനിക്ക് അവിടുന്ന് റോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സൈഡിൽ
സൈഡിലിങ്ങനെ വെച്ച്. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി. അപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ കേട്ടോ, എനിക്കല്ല അമ്മയ്ക്ക് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം ഞങ്ങൾ ടൗണിലത്തെ ഒരു സലൂണിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു നല്ല സലൂൺ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ പോയിട്ടില്ല. ഈ സലൂൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് നല്ല പേടിയുണ്ടാവും, എന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ച ഹെയർ കട്ട് തന്നെ ഇവർ ചെയ്യുമോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആ പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നന്നായി ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് നല്ല അടുത്താണ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ഇന്നലെ പോയ ഇങ്ങനെ ഇതുണ്ടായില്ലേ ഫാർമസി ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയ സോഡിയോ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം വോക്കബിൾ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്തു ഈ സലൂണിൽ. എന്നിട്ട് ഞാൻ കുറേ നേരം അവിടെ ബോറടിച്ചിരുന്നു, കുറേ ടൈം എടുത്തു. അപ്പോൾ ഞങ്ങൾ സലൂണിൽ 3:30ക്കാണ് എത്തിയത്, ഇറങ്ങിയത് 6:15 ആയി. അപ്പോൾ നല്ല ടൈം എടുത്തു. പിന്നെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കൊക്കെ വരാൻ തുടങ്ങി, അതുകൊണ്ട് നല്ല ടൈം എടുത്തു. പിന്നെ ഇന്ന് നിമഞ്ജനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ റോഡ് ബ്ലോക്ക് ആവുന്ന സമയമൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ ഇടവഴി കൂടെയാണ് പോകുന്നത് വീട്ടിലേക്ക്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വെക്കേഷൻ എങ്ങനത്തെ വീഡിയോ ഉണ്ടെന്ന് നിങ്ങൾ പറയാം കേട്ടോ കമൻസിൽ. സോ ബൈ.